എല്ലാ വെള്ള കാർഡ് ഉടമകൾക്കും 15 കിലോ 5 കിലോ പച്ചരി 10 കിലോ ചമ്പാവരി നമ്മുടെ റേഷൻ കടയിലൂടെ 10 രൂപ 90 പൈസയ്ക്ക് നൽകുകയുണ്ടായി. നീല കാർഡുകാർക്ക് അവർക്ക് ലഭിക്കുന്ന ക്വാണ്ടിറ്റിക്ക് പുറമെ വിഹിതത്തിന് പുറമെ 10 കിലോ അവർക്കും ഇതുപോലെ ഏതിനം അരി വേണോ വാങ്ങാൻ കഴിയുന്ന 10.90 വാങ്ങാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായി. സുലേഖ അരിക്ക് 42 രൂപയായിരുന്നു ഒരു മാസം മുമ്പ്. ഇപ്പോൾ അത് 53 രൂപയായി. പട്ടയ്ക്ക് ഏകദേശം 13 രൂപയുടെ വ്യത്യാസമാണ് വന്നത്. ഇവിടെ കഴിഞ്ഞ 10 കൊല്ലമില്ലാത്ത ഒരു സംഗതി കേവലം 2 മാസം കൊണ്ട് കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. വെളിച്ചെണ്ണയും മുളകും അരിയും ശ്രദ്ധാപൂർവം കഴിഞ്ഞ ഓണക്കാലത്ത് കൈകാര്യം ചെയ്തുകൊണ്ടാണ് നമുക്ക് വില കുറയ്ക്കാൻ കഴിഞ്ഞത്, വില വർധന ഒഴിവാക്കാൻ കഴിഞ്ഞത്. അതുപോലെ ഇത്ര 40-45 കിലോ അരി കൊടുത്തില്ലേ. നമ്മളോടൊപ്പം ഇന്ന് നമ്മുടെ മുൻ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് GR അനിലാണ് ഉള്ളത്. ഇന്നൊരു അനിതര സാധാരണമായൊരു സാഹചര്യം കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, വൻ വിലക്കയറ്റമാണ് കേരളത്തിലുള്ളത്. അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 10 വർഷം ഇല്ലാതിരുന്നൊരു സംഭവം ഇപ്പോൾ എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു, ഈ അവസ്ഥ എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്നതിനെ സംബന്ധിച്ച് ചില സംശയങ്ങളാണ് നമ്മുടെ മുൻ ഈ വകുപ്പിനെ കൈകാര്യം ചെയ്യുന്ന മുൻ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് GR അനിലോട് ഇന്ന് ചോദ്യോത്തര വേളയിൽ ചോദിക്കുന്നത്. ഇപ്പോൾ ഇന്ന് പത്രങ്ങളിൽ കാണുന്നത് സുലേഖ അരിക്ക് 42 രൂപയായിരുന്നു ഒരു മാസം മുമ്പ്. ഇപ്പോൾ അത് 53 രൂപയായി. എനിക്ക് തോന്നുന്നത് മട്ടയാണ് മലയാളികൾ കുറേ ഉപയോഗിക്കുന്നത്. പട്ടയ്ക്ക് ഏകദേശം 13 രൂപയുടെ വ്യത്യാസമാണ് വന്നത്. അരിയിൽ മാത്രമല്ല, എനിക്ക് തോന്നുന്ന ഉപവസ്തുക്കളിൽ മുഴുവൻ വലിയ വിലക്കയറ്റം ഉണ്ടായി. ഇവിടെ കഴിഞ്ഞ 10 കൊല്ലമില്ലാത്ത ഒരു സംഗതി കേവലം 2 മാസം കൊണ്ട് കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അതിനേക്കാളും ദുര്യോഗം ഇത് നമ്മളെ മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കുന്നുമില്ല എന്നുള്ളതാണ്. ഇന്ന് എനിക്ക് തോന്നുന്നു 1-2 പത്രങ്ങൾ മാത്രമാണ് ചെറിയ വാർത്ത. ജനങ്ങളെ വല്ലാതെ ഓണക്കാലത്ത് ബാധിക്കുന്നതാണ്. ഇതെങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? നമ്മുടെ സ്റ്റേറ്റ് ഒരു കൺസ്യൂമർ സ്റ്റേറ്റാണ്. രാജ്യത്തുണ്ടാകുന്ന ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ വിലമാറ്റം കേരളത്തിലും പ്രകടമായി നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അത്തരം ഘട്ടത്തിൽ കേരളത്തിലെ ഒരു ഗവൺമെൻറ് ദീർഘനാളുകളായി നടപ്പാക്കി വരുന്ന ഇടപെടലിൻ്റെ ഫലം കൊണ്ടാണ് വിലക്കയറ്റത്തിൻ്റെ പ്രയാസങ്ങൾ, ദുരിതങ്ങൾ ജനങ്ങളെ ബാധിക്കാത്തത്. കൺസ്യൂമർ ഉൽപ്പന്നങ്ങൾക്ക് യഥേഷ്ടം നമ്മുടെ നാട്ടിലെ എല്ലാ വിഭാഗത്തിൻ്റെ കൈകളിലും എത്താൻ അതിനുള്ള സംവിധാനം സപ്ലൈകോ വഴിയും കൺസ്യൂമർ ഫെഡ് വഴിയും സഹകരണ സ്ഥാപനങ്ങൾ വഴിയുമെല്ലാം കേരളത്തിൻ്റെ ഗ്രാമാന്തരീക്ഷം വരെ ശക്തമായ സാന്നിധ്യമാണ്. എന്നാൽ ഇത്തവണ ആ നിലയിലുള്ള ഇടപെടലുകൾ ഉണ്ടായി കാണുന്നില്ല. നമ്മുടെ സംസ്ഥാനത്ത് പൊതുവിതരണ സംവിധാനം, ആ പൊതുവിതരണ സംവിധാനം എന്തെല്ലാം പ്രയാസങ്ങളുണ്ടെങ്കിൽ പോലും എല്ലാ കുടുംബങ്ങൾക്കും എല്ലാ കാർഡുടമകൾക്കും പൊതുവിതരണ സംവിധാനത്തിൻ്റെ സഹായം കിട്ടുന്ന ഒരു അന്തരീക്ഷമാണ് കേരളത്തിലുള്ളത്. 2ാം UPA ഗവൺമെൻറ്റാണ് നമുക്കുള്ള അലോട്ട്മെൻറ്റ് അരി വിഹിതം വെട്ടിക്കുറച്ചത്. മൻമോഹൻ സിംഗിൻ്റെ 2ാം UPA ഗവൺമെൻറ്റാണ് 2 ലക്ഷം മെട്രിക് ടൺ അരി നമുക്ക് കുറവ് ചെയ്തുകൊണ്ട് 14 ലക്ഷമായി കുറച്ചത്. അന്നവർ പറഞ്ഞ ന്യായം കേരളത്തിലെ ജനങ്ങൾക്ക് പൊതുവിപണിയിൽ നിന്ന് വാങ്ങൽ ശേഷി കൂടുതലുള്ളത് കൊണ്ട് റേഷൻ കടയിൽ ആളുകൾ വാങ്ങാൻ വരുന്നവരുടെ എണ്ണം കുറവെന്ന് കണക്ക് പറഞ്ഞുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ ഏറ്റവും മോശപ്പെട്ട ക്വാളിറ്റി അരിയും ഗോതമ്പും നൽകിയ സാഹചര്യത്തിലാണ് ആ കാലഘട്ടത്തിൽ റേഷൻ കടകളിൽ ആളുകൾ വരാത്തത്. എന്നാൽ ഇന്ന് കഴിഞ്ഞ 5 വർഷം എൻ്റെ അനുഭവം എടുത്താൽ 82 ലക്ഷം 83 ലക്ഷം കാർഡ് ഉടമകൾ പെർ മന്ത് എല്ലാ മാസവും 90% പേരും വാങ്ങി റേഷൻ കടകളിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ അന്നത്തെ പ്രസ്ഥാനങ്ങളൊക്കെ ഓർമ്മ. അതെ, നല്ല ഉൽപ്പന്നങ്ങൾ. അപ്പം ആ പൊതുവിതരണ സംവിധാനം അരിയും ഗോതമ്പും അതുപോലെ പഞ്ചസാരയും ഒക്കെ വിതരണം ചെയ്യുന്നതിൽ എടുക്കുന്ന കാര്യക്ഷമമായ പ്രവർത്തനമാണ് പൊതുമാർക്കറ്റിൽ അരിയുടെ വില കൂടാതിരിക്കുന്നതിന് ഒരു കാരണം. ഇപ്പോൾ ഉദാഹരണത്തിന് കഴിഞ്ഞ വർഷം ഓണക്കാലത്ത്, ഇതേ ഓണക്കാലത്ത് എല്ലാ വെള്ള കാർഡ് ഉടമകൾക്കും 15 കിലോ 5 കിലോ പച്ചരി 10 കിലോ ചമ്പാവരി നമ്മുടെ റേഷൻ കടയിലൂടെ 10 രൂപ 90 പൈസയ്ക്ക് നൽകുകയുണ്ടായി. അതാണ് സ്പെഷ്യൽ അരി എന്ന പേര്. അതാണ് സ്പെഷ്യൽ അരി എന്ന് പറഞ്ഞത്.
നീല കാർഡുകാർക്ക് അവർക്ക് ലഭിക്കുന്ന ക്വാണ്ടിറ്റിക്ക് പുറമെ, വിഹിതത്തിന് പുറമെ 10 കിലോ അവർക്കും ഇതുപോലെ ഏതിനം അരി വേണോ വാങ്ങാൻ കഴിയുന്ന 10.90 വാങ്ങാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായി. മറ്റ് കാർഡുകാർക്കും അവർക്ക് ലഭിക്കുന്ന അരിക്ക് പുറമെ, വിഹിതത്തിന് പുറമെ 5 കിലോ കൂടെ അധികമായി ഓണം പ്രമാണിച്ച് നൽകും. കാരണം ഓണക്കാലത്താണ് ഈ വിലക്കയറ്റം സൃഷ്ടിക്കുന്നത്. അതിൻ്റെ ദുരിതം ഏറ്റവും കൂടുതൽ ഉത്സവ നാളുകളിൽ, വിശേഷിച്ച് ഓണനാളുകളിലാണ് ജനങ്ങൾ അനുഭവിക്കുന്നത്. അതുകൊണ്ട് അരിയുടെ ഉപയോഗം കൂടുതലുള്ള സമയമായതുകൊണ്ട് നല്ല തോതിൽ എല്ലാ കുടുംബങ്ങളുടെ കയ്യിലും അരി ഗവൺമെൻറ് സംവിധാനം, പൊതുവിതരണ സംവിധാനത്തിലൂടെ എത്താനുള്ള നടപടി സ്വീകരിച്ചു. ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നലെ മന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏതൊരു 26 രൂപയ്ക്ക് അരി റേഷൻ കാർഡ്. അതൊരു എനിക്ക് സംശയം തോന്നി, എന്താണ് അങ്ങനെ 10.90 കൊടുത്തിരുന്ന 15 കിലോ അരിയുടെ സ്ഥാനത്ത് ഇത്തവണ കൊടുക്കുന്നത് 7 കിലോയാണ്. 3 കിലോ കുറവ്. 15 കിലോയിൽ 7 കിലോ, 8 കിലോ കുറഞ്ഞു. 10 കിലോ നീലക്കാർഡിന് കൊടുത്തിരുന്നവർക്ക് 3 കിലോയാണ്, 7 കിലോ അവർക്കും കുറഞ്ഞു. എന്ന് മാത്രമല്ല മറ്റ് കാർഡുകാർക്ക് 5 കൊടുത്തിരുന്ന അടുത്തവണ കൊടുക്കുന്നുമില്ല. അപ്പം അതിന് പകരം അവർക്ക് 26 രൂപയ്ക്ക് 10 കിലോ അരി വാങ്ങിക്കാനുള്ള സൗകര്യമാണ് റേഷൻ കട ഒരുക്കിയിരിക്കുന്നത്. സപ്ലൈക്ക് എന്ത് ചെയ്യും? ഇത് ഇതുവരെ ഇല്ലാത്തൊരു പുതിയ രീതിയാണ്. കഴിഞ്ഞ ഗവൺമെൻറ് ചെയ്തിരുന്നത് റേഷൻ കടകളിലൂടെ ഈ സ്പെഷ്യൽ അരി കൊടുത്തതിന് പുറമെ സപ്ലൈകോ ഔട്ട്ലെറ്റിലൂടെ 20 കിലോ അരി 25 രൂപയ്ക്ക്, അത് ഏത് ഇനം വേണോ ഉപഭോക്താവിന് തിരഞ്ഞെടുക്കാം. അപ്പോൾ 50-60 രൂപ വിലയുള്ള മാർക്കറ്റ് വിലയുള്ള അരി 20 രൂപയ്ക്ക് അധികമായി 25 രൂപയ്ക്ക് 20 കിലോ വീണ്ടും ലഭിക്കുകയാണ്. അപ്പം ഒരു കുടുംബത്തിന് ഓണം പ്രമാണിച്ച് ഒരു 40-45 കിലോ അരി സബ്സിഡൈസ്ഡ് റേറ്റിൽ വളരെ വില കുറച്ച് നല്ല ക്വാളിറ്റി അരി വാങ്ങാനുള്ള അവസരം നമ്മൾ ഒരുക്കിയത് കൊണ്ടാണ് മാർക്കറ്റിൽ 1 രൂപയോ 50 പൈസയ്ക്ക് അപ്പുറത്ത് വില മാറ്റം ഉണ്ടാകാത്തത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇന്നിപ്പോൾ പറഞ്ഞിരുന്നത് ഏതോ ഇടനിലക്കാർ വലിയ കുഴപ്പമുണ്ടാക്കുന്നു, എനിക്ക് മനസ്സിലായില്ല, അരി കിട്ടാൻ പ്രയാസം വരുന്നു എന്നൊക്കെ പറഞ്ഞ് ചില വാദഗതികളൊക്കെയാണ് ഒരു വെളിയിൽ വിട്ടിരിക്കുന്ന വാർത്തകൾ കാണുന്നത്. അത് ഗവൺമെൻറ് മന്ത്രിമാരുടെയും അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെയും കെൽപ്പില്ലായ്മ തെളിയുന്നതാണ് എനിക്ക് തോന്നിയത്. പിന്നെ കാലയെ കൂട്ടി 1 മാസത്തിന് മുമ്പേ കണ്ട് അതിനനുസരിച്ചുള്ള തയ്യാറെടുപ്പുകൾ നടത്തി സപ്ലൈകോ ഔട്ട്ലെറ്റുകളെയും കൺസ്യൂമർ ഫെഡിൻ്റെ ഔട്ട്ലെറ്റുകളെയും സഹകരണ സ്ഥാപനങ്ങളുടെ സ്റ്റോറുകളെയും എല്ലാം സ്ട്രെങ്തൻ ചെയ്യാനുള്ള പദ്ധതി രൂപം കൊടുക്കണ്ടേ. അങ്ങനെ ഓണം കണ്ടുകൊണ്ടുള്ള ഒരു കാഴ്ചപ്പാടിനനുസരിച്ച് തയ്യാറായിരുന്നെങ്കിൽ ഇങ്ങനെ വരില്ലായിരുന്നു. ഇത് റേഷൻ കട ഒരു സ്വകാര്യ വിൽപ്പനശാല പോലെ മാർക്കറ്റിൽ 26 രൂപയ്ക്ക് കിട്ടുന്ന അരി ഇവിടെ 26 രൂപ കിട്ടുന്നു. മാത്രമല്ല എനിക്ക് തോന്നുന്നത് അത് ഒരിക്കലും ഒരു ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യമല്ല. അതിലൂടെ ജനങ്ങളെ കൈയൊഴിഞ്ഞു എന്ന് തെളിവ്. ഉറപ്പായി. ഇനി ഓണത്തിന് 10 ദിവസമേ ഉള്ളൂ. ഇനി എത്ര ദിവസം കൊണ്ട് ഇവരെ ഇനി ശ്രമിച്ചാൽ പോലും പ്രൊക്യൂർ ചെയ്ത് വെക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഇത് വല്ലാത്തൊരു അപകടത്തിലേക്കാണ് പോകുന്നത്. അതെ, കഴിഞ്ഞ ഓണക്കാലത്ത് 400 കോടി രൂപയുടെ വിൽപ്പനയാണ് സപ്ലൈകോയിൽ ഓണക്കാലത്ത് മാത്രം 1 മാസം നടന്നത്. ലക്ഷക്കണക്കിന് ക്വാണ്ടിറ്റി ഉൽപ്പന്നങ്ങളാണ് വിറ്റുപോയത്. ഞാൻ കണക്ക് നോക്കുമ്പോൾ 54 ലക്ഷം കുടുംബങ്ങൾ കഴിഞ്ഞ ഓണക്കാലത്ത് സപ്ലൈകോ ഔട്ട്ലെറ്റിൽ വിവിധ ഉൽപ്പന്നങ്ങൾ വാങ്ങിപ്പോയി. അതിൽ 200 കോടിയോളം രൂപ സബ്സിഡി ഉൽപ്പന്നങ്ങൾ കിട്ടിയതാണ്. വലിയ മാറ്റമായിരുന്നു. 392 കോടിയാണ്. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ പ്രാവശ്യം പത്രങ്ങൾ ഓണക്കാലത്ത് എഴുതി ഒരു മാധ്യമം പോലും ഒരു വിമർശനം. മാത്രമല്ല നമ്മൾ കഴിഞ്ഞ ഓണക്കാലത്ത് ചെയ്തത് എന്താ, ഇത് കണ്ടുകൊണ്ട് ഓഗസ്റ്റ് മാസത്തെ സെപ്റ്റംബർ മാസത്തെ ഉൽപ്പന്നങ്ങൾ, സബ്സിഡി ഉൽപ്പന്നങ്ങൾ അഡ്വാൻസ് ആയിട്ട് വാങ്ങിക്കാൻ അവസരം കൊടുത്തു. അപ്പോൾ ഒരു കുടുംബത്തിന് 500 ഗ്രാം മുളകുണ്ടായ സ്ഥാനത്ത് 2 കിലോ മുളക് വാങ്ങിക്കാൻ സൗകര്യം കിട്ടി സബ്സിഡി ആയിട്ട്. 500 ഗ്രാം വെളിച്ചെണ്ണ ലഭിച്ച സ്ഥാനത്ത് 2 ലിറ്റർ വെളിച്ചെണ്ണ ഒന്നിച്ച്. കഴിഞ്ഞ പ്രാവശ്യം ആദ്യ ഘട്ടത്തിൽ ഓണക്കാലത്ത് വെളിച്ചെണ്ണയ്ക്ക് വലിയ വില വർധനൊന്നും വലിയ വാർത്തയായിരുന്നല്ലോ. പക്ഷേ അന്ന് നന്നായി ഇടപെട്ടു. ഇപ്രാവശ്യം ഒരു ഇടപെടലും കാണാൻ. കഴിഞ്ഞ തവണയാണ് നമ്മുടെ കേരളത്തിൻ്റെ സമീപകാല ചരിത്രത്തിൽ 530 രൂപ മുതൽ വെളിച്ചെണ്ണയ്ക്ക് വില വെള്ളോട്ട് പോയി 329 രൂപയ്ക്ക് അന്ന് സപ്ലൈകോ കടയിൽ. എനിക്ക് തോന്നുന്നു ഇപ്പം കേരയ്ക്ക് 900 ഗ്രാമിന് ഏകദേശം 300 രൂപ വിലയുണ്ട്. 300 രൂപ വിലയുണ്ട്. അപ്പം എത്രയാവും? അല്ല, കഴിഞ്ഞവണ നമ്മൾ അതിനുവേണ്ടി എത്ര യോഗങ്ങൾ കൂടി എന്ത് സാഹസ്യമായ ഇടപെടൽ നടത്തിക്കൊണ്ടാണ് 200-250 രൂപയോളം വില കുറച്ച് കൊടുക്കാൻ വലിയ ഇടപെടലായിരുന്നു. അങ്ങനെ നമുക്ക് കഴിഞ്ഞ തവണത്തെ കണക്ക് നോക്കിയാൽ കോടാനുകോടി രൂപ വെളിച്ചെണ്ണ വിൽപ്പനയിലൂടെ, അതുപോലെ അരിയുടെ വിൽപ്പനയിൽ,
മുളകിൻ്റെ വിൽപ്പനയിൽ. ഇതിൽ നമുക്ക് കണക്കല്ലേ, കണക്ക് ആർക്കും പരിശോധിക്കാമല്ലോ. ഈ ഓണത്തിന് ഈ ഉപ്പേരി ഉൾപ്പെടെയുള്ള വർക്ക് അങ്ങനത്തെ സാധനങ്ങൾ മലയാളികൾക്ക് ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണ്. ഒരു പ്രധാനപ്പെട്ട സാധനമാണ് വെളിച്ചെണ്ണ. വെളിച്ചെണ്ണയുടെ വില വർധന യഥാർത്ഥത്തിൽ വലിയ പ്രതിഷേധത്തിനിടയാക്കേണ്ടതാണ് കേരളത്തിൽ. അതാണ് വെളിച്ചെണ്ണയും മുളകും അരിയും ഈ 3 ഉൽപ്പന്നങ്ങൾ ശ്രദ്ധാപൂർവം കഴിഞ്ഞ ഓണക്കാലത്ത് കൈകാര്യം ചെയ്തുകൊണ്ടാണ് നമുക്ക് വില കുറയ്ക്കാൻ കഴിഞ്ഞത്, വില വർധന ഒഴിവാക്കാൻ കഴിഞ്ഞത്. എല്ലാ കുടുംബങ്ങൾക്കും ആവശ്യാനുസൃതം 2 കിലോ മുളക് ഓണക്കാലത്ത് കൊടുത്തത് 2 കിലോ വെളിച്ചെണ്ണ കൊടുത്തില്ലേ? അതുപോലെ ഇത്ര 40-45 കിലോ അരി കൊടുത്തില്ലേ? അവിടെ കിട്ടുന്ന വില കുറച്ച് കിട്ടുന്ന അരിക്ക് പുറമെയാണ് ഈ സബ്സിഡി ആയിട്ട് ഇങ്ങനെ കൊടുത്തത്. എല്ലാ ഉൽപ്പന്നങ്ങളുടെയും ക്വാണ്ടിറ്റി ഇരട്ടിയാക്കി കൊടുത്തു ഓണത്തിന്. അപ്പോൾ അങ്ങനെ മാർക്കറ്റിലെ ആശ്രയിക്കുന്ന കുടുംബങ്ങൾക്ക് ഈ സൗകര്യം ഉണ്ടായപ്പോൾ വിലവർധനവ് ഫീൽ ചെയ്യുന്ന അവസ്ഥ ഉണ്ടായില്ല. എന്നാൽ ഇത്തവണ ജനങ്ങളെ മാർക്കറ്റിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് പുതിയ ന്യായം കണ്ടുപിടിച്ചിരിക്കുന്നറിയാം. ഞാൻ വായിച്ചു ടൈഡ് ഓവർ ഗോതമ്പ് എനിക്ക് മനസ്സിലായില്ല. അത് 2022 നമുക്ക് നൽകിയിരുന്ന ഗോതമ്പ് വിഹിതം കേന്ദ്രം നിർത്തലാക്കി. അപ്പം അരിയും ഗോതമ്പും ഉൾപ്പെടെ എല്ലാ കാർഡുടമകൾക്കും കൊടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള ആ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാണ് ലഭിച്ചുകൊണ്ടത്. ആ അരി വിഹിതം നിലനിർത്തുകയും ഗോതമ്പ് ഒഴിവാക്കുകയും ചെയ്തു. അപ്പം ഗോതമ്പ് ഒഴിവാക്കിയത് കേരളത്തിനെ സംബന്ധിച്ച് വെള്ള നീല കാർഡുകാരെന്ന് പറഞ്ഞാൽ ഇടത്തരം കുടുംബങ്ങളാണ്. ഒരു 52-53 ലക്ഷം കാർഡുടമകൾ കുടുംബങ്ങളുണ്ട്. അപ്പോൾ അവരുടെ അതിൽ തന്നെ ഒരു നല്ല ശതമാനം കുടുംബങ്ങളിലും ഡയബറ്റിക് പേഷ്യൻസ് അടക്കം ഗോതമ്പ് ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് ഞാൻ കത്ത് കൊടുത്തു, നേരിട്ട് പോയി മന്ത്രിയെ കണ്ടു, MP-മാർ വഴി പാർലമെൻറ്റിൽ ഉന്നയിച്ചു. അങ്ങനെ നിരന്തരമായി 3 വർഷത്തെ നമ്മുടെ പരിശ്രമമാണ് ആ ഗോതമ്പ് പുനഃസ്ഥാപിച്ചത്. വലിയ കാര്യമാണ്. പക്ഷേ എനിക്ക് ആ ഗോതമ്പ് പുനഃസ്ഥാപിച്ചതിലൂടെ ഒരു കുടുംബത്തിന് 6-7 കിലോ ഗോതമ്പ് മാട്ടയായി ഇപ്പോൾ ലഭിക്കുന്ന അവസ്ഥയുണ്ട്. ജനുവരി മാസം മുതൽ ഈ ഗവൺമെന്റ് വരുന്നത് വരെയുള്ള കാലത്ത് ഒരു തടസ്സവും ഉണ്ടായില്ല. ഗോതമ്പ് അതിനെന്തോ കുഴപ്പം തരില്ലാണ്. അതെ, ഗോതമ്പും ലഭിച്ചു, അരിയും ലഭിച്ചു. എനിക്ക് ഇവർക്ക് ഈ മാർക്കറ്റെ കുറിച്ച് ഈ ഗവൺമെന്റ് പഠിച്ചിട്ടില്ല. ഇപ്പോഴത്തെ ഒരു മാറ്റത്തെ കുറിച്ച് ഇവർക്ക് അറിയില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ശ്രമം നടത്തിയിട്ടില്ല എന്ന് തോന്നി. അതെ, രസകരമായ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെന്റ് വരുന്നതിന് മുമ്പ് കഴിഞ്ഞ ഓണം മാത്രമല്ല, ക്രിസ്മസിന്, ഇപ്പൊ ഏറ്റവും അവസാനം വിഷുവിന്, വിഷു കഴിഞ്ഞിട്ട് 2 മാസമല്ലേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ആ 3 മാസത്തിന് മുമ്പ് ഈ ഗവൺമെന്റ് വരുന്നതിന് തൊട്ട് മുമ്പ് വിഷുവിന് സ്പെഷ്യൽ അരി കൊടുത്തല്ലോ, കൊടുത്തു ഗോതമ്പും കൊടുത്തല്ലോ. അപ്പം ഗോതമ്പും സ്പെഷ്യൽ അരിയും വിഷുവിനും ഓണത്തിനും ക്രിസ്മസിനും ഉത്സവ നാളുകളിൽ റംസാനുമെല്ലാം സപ്ലൈകോയിൽ മാത്രമല്ല റേഷൻ കടയിലൂടെ കൊടുത്തു. അങ്ങനെ കൊടുത്ത അനുഭവം ഈ കേരളം ജനങ്ങൾ അനുഭവിച്ചതാണ്. ആ ജനതയുടെ മുന്നിലാണ് ഇത്തരത്തിലുള്ള തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ജനങ്ങൾക്ക് നന്നായിട്ടറിയാം ഇത് ജനങ്ങൾ വിശ്വസിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നത് ഈ മുഖ്യധാര മാധ്യമങ്ങൾ ഇതിനകത്ത് ശ്രദ്ധ ചെലുത്തുന്നില്ല എന്നൊരു സംശയമുണ്ട്. അവരും ഇപ്പം എല്ലാവരും ഹണിമൂൺ പീരീഡ് വിടാൻ നിൽക്കുകയാണ്. പക്ഷേ ഇതൊന്നും ഈ ജനങ്ങളുടെ ഭക്ഷണ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു ഗവൺമെൻറ് ചെയ്യേണ്ട പ്രാഥമികമായ കർത്തവ്യം നിറവേറ്റാൻ ഈ ഗവൺമെൻറ് തീർത്തും പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് നമുക്കൊക്കെ തോന്നുന്നത്. അപ്പോൾ അതിൽ ഇന്നിപ്പം കേരളമോദി പത്രമടക്കം ഹിന്ദു പത്രമടക്കം ഈ വിഷയം എടുത്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും കേരളത്തിലെ മറ്റ് ഏത് പ്രശ്നത്തെക്കാൾ ഗുരുതരമാണ് പിന്നെ ഭക്ഷ്യധാന്യ വിതരണവുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ വിലക്കയറ്റം. അപ്പോൾ അതുകൊണ്ട് മാധ്യമങ്ങൾ അത് ശ്രദ്ധിക്കുമെന്നാണ് കരുതുന്നത്. മുഖ്യമന്ത്രി ഇതിനകത്ത് ഗൗരവമായി ഇടപെടണം. മുഖ്യമന്ത്രി അജണ്ടയിലൊന്നും ഇത് തോന്നില്ല. മുഖ്യമന്ത്രി ഇടപെടണം. ഇത് നിസ്സാരപ്പെട്ട കാര്യമല്ല. 93 ലക്ഷം കുടുംബങ്ങൾ റേഷൻ കാർഡുള്ളവരുണ്ട്. എല്ലാ മാസവും 82-83 ലക്ഷം പേർ റേഷൻ കടയെ ആശ്രയിക്കുന്നുണ്ട്. ആ റേഷൻ കടയെ ആശ്രയിക്കുന്ന കുടുംബങ്ങൾ മഹാഭൂരിപക്ഷവും സാധാരണക്കാരും ഇടത്തരം കുടുംബങ്ങളുമാണ്. അവരുടെ ഒരു പൊതുവിഷയത്തിൽ വിലക്കയറ്റത്തിൻ്റെ പലയിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കുന്ന രീതിയിൽ നിന്ന് അതിനനുസൃതമായി ഇടപെട്ട് ജനങ്ങളെ സംരക്ഷിക്കാൻ കഴിയണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതെ, എനിക്ക് തോന്നുന്നത് ഈ ഗവൺമെൻറ് അവരുടെ നയത്തിൻ്റെയും കൂടി ഭാഗമാണ്. UDF ഗവൺമെൻറ് ഇത്തരം കാര്യങ്ങളിലൊന്നും പ്രാഥമിക ആവശ്യങ്ങളൊന്നും മുൻകാലങ്ങളിലും ശ്രദ്ധിച്ചിട്ടില്ല. അരിവിഹിതം വെട്ടിക്കുറഞ്ഞപ്പോൾ നടത്തിയ ഇടപെടലൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാവും. 10 കൊല്ലം മുമ്പുള്ള അവസ്ഥയിൽ നിന്ന് വലിയ മാറ്റം കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അവർ ശ്രദ്ധിച്ചിട്ടുമില്ല. എനിക്ക് തോന്നുന്നത് എന്തായിരുന്നാലും വലിയൊരു സമരത്തിലേക്കൊക്കെ ജനങ്ങൾ ഇറങ്ങേണ്ട സമയമായി എന്ന് തന്നെ തോന്നുന്നു. അതിനകത്ത് അങ്ങനെ ഒരു നിലപാടിലേക്ക് പോകേണ്ടി വരും. അല്ലെങ്കിൽ ഈ കഴിഞ്ഞ 10 വർഷക്കാലം സബ്സിഡി ഗവൺമെൻറ് കൊടുത്ത സബ്സിഡിയുടെ ഗുണം ജനങ്ങൾ അനുഭവിച്ചതാണ്. അതാണ് അത് കൃത്യമായിട്ടും അനുഭവിച്ചു. ഇതുപോലുള്ള സാധനങ്ങളുടെ വില കുറച്ച് ലഭിച്ചതിലൂടെ അനുഭവിച്ചു. 10-12,000 കോടി രൂപയാണ് 10 വർഷം ഈ മേഖലയ്ക്ക് മാർക്കറ്റ് ഇടപെടലിന് വേണ്ടി ഗവൺമെൻറ് ചെലവഴിച്ചത്.
എന്നാൽ ഇന്നത്തെ സ്ഥിതി എന്താ? ഇത് മറ്റൊരു കാര്യം, ഈ സ്വകാര്യ ഏജൻസികൾ ഇത് ഇന്ന് സബ്സിഡിയുടെ ഗുണം അനുഭവിക്കുന്ന സ്വകാര്യ ഏജൻസികളാണ്, ആണ് സപ്ലയർമാരായിട്ടുള്ള ആളുകളാണ്. അവർക്ക് അവരിൽ നിന്ന് കൂടിയ വിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങുകയും അരിയും മുളകും എല്ലാം വാങ്ങുകയും അവർക്ക് ലാഭം കിട്ടാനുള്ള സാഹചര്യം ഒരുക്കിക്കൊണ്ട് ജനങ്ങൾക്ക് വില കുറച്ച് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വില കുറച്ച് കൊടുക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് 26 രൂപയ്ക്ക് അരി കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം 25 രൂപയ്ക്കാണ് കൊടുത്തത്. 26 രൂപയ്ക്ക് അരി കൊടുത്തതിൽ തന്നെ സബ്സിഡി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ 29-30 രൂപയ്ക്ക് ആരുടെ കയ്യിൽ നിന്നോ വാങ്ങിയിട്ടാണ് ആ സബ്സിഡി. അതേ വർഷം 26 രൂപയിൽ സബ്സിഡി ഇൻക്ലൂഡ് ചെയ്ത് ഒരു 23-22 രൂപയ്ക്ക് കൊടുക്കേണ്ടതില്ലേ? അപ്പോൾ അവിടെയൊക്കെ എന്തായാലും സബ്സിഡിയുടെ ആനുകൂല്യം, ഗുണം, പ്രയോജനം ജനങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് ഈ പൊതുവിതരണത്തിൽ നിന്ന് ഒരു പിൻവാങ്ങലിൻ്റെ സൂചനയാണ് ഈ ഗവൺമെൻറ് കാണിക്കുന്നത്. കഴിഞ്ഞ UDF ഗവൺമെൻറ്റുകളെ പോലെ തന്നെ ഒരു പതുക്കെ ഇത് ഞങ്ങൾ പിൻവാങ്ങുക. കേന്ദ്ര ഗവൺമെൻറ് നയം അതാണല്ലോ. കഴിഞ്ഞ UDF ഗവൺമെൻറ് കാലത്ത് അവസാന നാളിലാണ് സപ്ലൈകോയും റേഷൻ കടയെല്ലാം നിശ്ചലമായി തുടങ്ങി. ഇത് ആദ്യമേ തുടങ്ങി. നന്ദി. വളരെ വ്യക്തമായി തന്നെ നമ്മൾ ഇന്നത്തെ ഭക്ഷ്യ വകുപ്പിൻ്റെ അല്ലെങ്കിൽ ഭക്ഷ്യവിതരണത്തിൻ്റെ ഒരു ഗുരുതരമായ സ്ഥിതിയെ സംബന്ധിച്ച് GR നമ്മളോട് സംസാരിച്ചു. നന്ദി. ശരി, സന്തോഷം.